ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചകന്മാർക്ക് ശേഷം ഏറ്റവും തഖ്വയുള്ള മഹാനാണ്. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർക്ക് ശേഷം ഏറ്റവും തഖ്വയുള്ള മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ പ്രത്യേകമായി പറഞ്ഞതാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച വിശുദ്ധ ഖുർആനിലെ സൂറ അൽ-ലൈലിലെ ഏതാനും ചില വചനങ്ങൾ. അല്ലാഹു ഖുർആനിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിക്കുന്നത് അൽ അത്ഖാ, ഏറ്റവും തഖ്വയുള്ള മഹാൻ എന്നാണ്. വസയുജന്നബുൽ അത്ഖല്ലദീ യുഅ്തീ മാലഹു യതസക്കാ. അല്ലാഹു പറയാൻ വസയുജന്നബുൽ അത്ഖാ, ആ നരകത്തിൽ നിന്ന് അല്ലാഹു തആല അകറ്റുന്നതാണ് അൽ അത്ഖാ, ഏറ്റവും തഖ്വയുള്ളവനെ അകറ്റുന്നതാണ്. അല്ലദീ യുഅ്തീ മാലഹു യതസക്കാ, പരിശുദ്ധി കൈകൊള്ളുന്നതിന് വേണ്ടി തന്റെ ധനം ദാനം ചെയ്യുന്ന ഏറ്റവും തഖ്വയുള്ളവനെ അല്ലാഹു തആല ആ നരകത്തിൽ നിന്ന് അകറ്റുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ ഏറ്റവും തഖ്വയുള്ളവൻ അത്ഖാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ പറയാൻ അജ്മഅൽ മുഫസ്സിറൂന മിന്നാ അലാ അന്നൽ മുറാദ മിൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു. മുഫസ്സിറുകൾ ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അജ്മഅൽ മുഫസ്സിറൂന മിന്നാ, നമ്മിൽപ്പെട്ട മുഫസ്സിറുകൾ ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അഹ്ലുസുന്നയിൽപ്പെട്ട മുഫസ്സിറുകൾ ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടിരിക്കുന്നു അലാ അന്നൽ മുറാദ മിൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അൽ അത്ഖാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. പിന്നീട് മുത്തഖീങ്ങൾക്ക് മാതൃകയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവത്തെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു പറയാണ് യുഅ്തീ മാലഹു യതസക്കാ, അദ്ദേഹം തന്റെ ധനം പരിശുദ്ധി കൈകൊള്ളുന്നതിന് വേണ്ടി നൽകുന്നു. മറ്റൊരു സ്വാർത്ഥമായ ലക്ഷ്യവുമില്ല. വിശുദ്ധി കൈകൊള്ളുന്നതിന് വേണ്ടി തന്റെ ധനം അദ്ദേഹം ദാനം ചെയ്യുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാൻ, സഹോദരങ്ങളെ, ഈ വചനമിറങ്ങാൻ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം കൂടി വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധാരാളം അടിമകളെയും അടിമ സ്ത്രീകളെയും വിമോചിപ്പിച്ചിരുന്നു. ഇത് കണ്ടൊരിക്കൽ അദ്ദേഹത്തിന്റെ പിതാവ് അബൂ ഖുഹാഫ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, യാ ബുനയ്യ ഇന്നി അറാക തുഅ്തിഖു റിഖാബൻ ളിആഫ, പൊന്നു മോനെ, നീ ദുർബലരായ ധാരാളം അടിമകളെ മോചിപ്പിക്കുന്നത് ഞാൻ കാണുന്നു. ഈ ദുർബലരായ അടിമകൾക്ക് പകരം ശക്തന്മാരായ മല്ലന്മാരായ ആരോഗ്യവാന്മാരായ ആളുകളെ നീ വിമോചിപ്പിക്കുകയായിരുന്നുവെങ്കിൽ ശത്രുക്കൾ നിന്നെ ആക്രമിക്കുമ്പോൾ അവർ നിനക്ക് വേണ്ടി പ്രതിരോധിക്കില്ലായിരുന്നോ? എന്തുകൊണ്ട് നിനക്ക് അങ്ങനെ ചെയ്തുകൂടാ? ഈ പാവങ്ങളെ മോചിപ്പിക്കുന്നതിന് പകരം കുറച്ച് ശക്തന്മാരായ ആളുകളെ നിനക്ക് മോചിപ്പിച്ചുകൂടായിരുന്നോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ പിതാവ് ചോദിക്കുമ്പോ പിതാവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയാണ്, പ്രിയ പിതാവേ, ഞാൻ അല്ലാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചാണ് ഈ നന്മകളെല്ലാം ചെയ്യുന്നത്. ഇതുകൊണ്ട് എനിക്ക് ഈ ദുനിയാവിൽ എന്തെങ്കിലും ഗുണമുണ്ടാവണം, അതല്ലെങ്കിൽ എൻ്റെ പേരും എൻ്റെ കേളിയും എൻ്റെ പ്രസിദ്ധിയും വർദ്ധിക്കണം. ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്, മറ്റൊന്നും എൻ്റെ നിയ്യത്തല്ല. അപ്പോഴാണ് ഖുർആനിലെ വചനമിറങ്ങിയത്. സ്വർഗപ്രവേശനവും നരകമുക്തിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ആ മാതൃക ഉൾക്കൊള്ളുന്ന ആളുകൾക്കുമാണ്. വസയുജന്നബുൽ അത്ഖല്ലദീ യുഅ്തീ മാലഹു യതസക്കാ, വിശുദ്ധി കൈകൊള്ളുന്നതിന് വേണ്ടി തന്റെ ധനം ചെലവഴിക്കുന്ന ഏറ്റവും തഖ്വയുള്ള ആളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ, ആർക്കും യാതൊരു കാര്യവും അദ്ദേഹം ചെയ്യുന്നില്ല പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട്, ഇങ്ങോട്ട് ഉപകാരം കിട്ടണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്.
യാതൊരു കാര്യവും അബൂബക്കർ സിദ്ദീഖ് ആർക്കും ചെയ്യുന്നില്ല. തുടർന്ന് അല്ലാഹു പറയാണ്, ഉന്നതനായ അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ടല്ലാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആർക്കും ഒരു നന്മയും ചെയ്യുന്നില്ല. വലസൗഫ യർദാ, ശേഷം അദ്ദേഹം തൃപ്തിയടയുന്നതാണ്. അദ്ദേഹം ചെയ്യുന്നതിന്റെ ആ നന്മകളുടെ പ്രതിഫലം നാളെ പരലോകത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ നന്മകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള നന്മകൾ എന്നുള്ളതാണ് സഹോദരങ്ങളെ. അങ്ങനെ അല്ലാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ആ കർമ്മങ്ങളെ അല്ലാഹു സ്വീകരിക്കുന്നത്.